ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോവാണ്ടാവും. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ, വേറെ ഒന്നല്ല. ഇന്നലെ അപ്പച്ചൻ ചന്തക്ക് പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഗേറ്റ് തുറന്നു. ആദമൂട്ടനുണ്ടായിരുന്നു ഇവിടെ. 2-3 പിള്ളേര് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഗേറ്റ് തുറന്നത് ആദംകൂട്ടം ഒറ്റ ഓട്ടോടായി. വണ്ടിയും, അതായത് അപ്പച്ചന്റെ വണ്ടി കയറാൻ വേണ്ടിട്ട് ഒറ്റ ഓട്ടം. ഭാഗ്യത്തിന് റോട്ടിൽ കൂടെ വണ്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വണ്ടികൾ വന്നെങ്കിലോ എന്റെ കണ്ണൊന്നും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞുള്ളൂ, അപ്പോഴേക്കും ഇവര് ഓടി എന്നുള്ളതാ. എന്റെ ചങ്ക് ഇടിക്കായിരുന്നു. ഞാൻ പിന്നാലെ ഓടിയിട്ടാ. അബ്രോണി എന്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മാമേനെ അവൻ വിളിച്ചു. അമ്മാമ ഗേറ്റ് തുറക്കാൻ പറഞ്ഞപ്പോ അമ്മാമ കേട്ടില്ല. അമ്മാമ അടുക്കളയിലായിരുന്നു. അമ്മാമ വന്നപ്പോഴേക്കും ഇവനങ്ങോട്ട് ഒറ്റ പോക്കായി. അപ്പൊ അപ്പച്ചനോട് വേറെ ചേട്ടനും കൂടി ഉണ്ട്. അപ്പോഴേക്കും ആ ചേട്ടൻ വേഗം ഇറങ്ങി ഇവനെ വേഗം എടുത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, പിള്ളേര് നമ്മള് പിടിച്ചു നിർത്തണം. തെറിച്ച പ്രായം നോക്കി നിന്നില്ലെങ്കിൽ ഏവന്മാര് ഓടിക്കഴിഞ്ഞ് നമുക്ക് പിടിച്ചാൽ നമ്മൾ ഓടി എത്തണില്ല. ഒന്നാമതേ പുട്ടുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ പൊടിയൊക്കെ നനച്ചു വെച്ചു. പൊടി നനയ്ക്കൽ പരിപാടി കഴിഞ്ഞു. പിന്നെ തേങ്ങ ലേശം എടുത്തോളൂ, കാരണം ഒരുപാട് തേങ്ങ വേണ്ട. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത്തിരി തേങ്ങ ചിലവ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കണ പുട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് പുട്ടുകണയൊക്കെ എടുത്ത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ അമ്മച്ചിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് നമുക്ക് മറ്റേ എന്താണ് കായും പയറുപ്പേരി ഇല്ലേ, അത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ കിളിമീൻ വറുത്തതുണ്ട്. പിന്നെ അതേ സാമ്പാർ വെച്ചത്. ഇന്നലത്തെ സാമ്പാറാണ് ഇട്ടത്. പക്ഷെ ഇന്നലത്തെ സാമ്പാറും ഇന്നലത്തെ മീൻകറിയൊക്കെ ഇന്നത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. ആദ്യകൂട്ടനാണ് ഇതേ അപ്പാപ്പനോട് കഞ്ഞി കുടിക്കുന്ന പറഞ്ഞ 1 ടീസ്പൂൺ ഫസ്റ്റ് തന്നെ കൊടുത്തു. പിന്നെ വേറൊരു ടീസ്പൂൺ കൂടി വേണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ എടുത്തോണ്ട് അവിടെ പോയി ഇരിക്കേണ്ട കുടിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്റെ പരിപാടിയൊന്നും ഞാൻ തീർക്കണം. ടീസ്പൂണോട് വയ്ക്കാൻ പറഞ്ഞപ്പോ തന്നെ തല്ലു കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളൂ. അവറുമൊത്ത ഫ്രണ്ടിൽ നിന്ന് അമ്മമ്മയോട് കളിക്കുക. ഈ അബുരു എന്തൊരു കുറുമ്പനാലാതെ, ഭയങ്കര കുറുമ്പനാവൻ. പറഞ്ഞാ കേക്കില്ലേ? പപ്പടം പൊടിച്ചിടോ? പിന്നെന്നിട്ട് ചെയ്യവേ? പിന്നെ എന്നിട്ട് കുറുമ്പന നീ ചെയ്യാ? നീ എന്നിട്ട് കുറുമ്പ ചെയ്യാ? ചേട്ടൻ പറയണ പപ്പടം പൊട്ടിച്ചിടുന്ന്. ആരാ കുറുമ്പൻ? ആരാ? ചെയ്യുന്നതൊക്കെ ചേട്ടൻ അതുപോലെ ചെയ്യും. ചേട്ടൻ ചെയ്യുന്നതാ നീയും ചെയ്യും. ഇതെങ്ങടെ ബാക്കിക്ക് ഇറങ്ങി പോണ? നീ എന്തിട്ട് കാണിക്കണേടാ നീ? ഇവന്നിട്ട് ചെയ്യണത് അബ്രോ വീഴുന്ന്. അബ്രാ ഉണ്ടാക്കിട്ടേ പുട്ടുകണേന്ന് എടുത്തപ്പോ ആകെപ്പാടെ പൊടിഞ്ഞു പോയി. വെള്ളം കൂടിയതുകൊണ്ടാണ് വന്നിട്ട് സംഭവിച്ചത്. ചെറുക പൊടിഞ്ഞ് പൊടിയായി. ഞാൻ ഗ്യാപ്പിൽ പോയി അലക്കലൊക്കെ കഴിഞ്ഞു. പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിന്റ് എടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് ഞാൻ ആദംകൂട്ടനും കൂടി പോവാന്ന് ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കൂടി പോരെ. അപ്പൊ അമ്മച്ചി വെച്ച് ഞാൻ എന്തിനാ വന്നേ? വെറുതെ ഒരു കമ്പനിക്ക് പോരേ എന്ന് പറഞ്ഞ് അമ്മച്ചിനെയും കൊണ്ട് പോണേ. ഇപ്പൊ ഒരുത്തൻ കുറെ ദിവസം ബ്ലാക്ക് ഷർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കടയിൽ ഉണ്ടോന്ന് നോക്കണം. അപ്പൊ പ്രിന്റ് എടുക്കണം. അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഒരു ചുരിദാർ വാങ്ങി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞാൻ വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ കട അടച്ചേക്കായിരുന്നു. അപ്പൊ ഇന്ന് പോകുമ്പോ അതുണ്ടോന്ന് നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും അബ്രുവും എല്ലാവരും കൂടി പോകണം. ആദംകൂട്ടന്റെ ഡ്രസ്സ് മാറലും കഴിഞ്ഞിട്ടുണ്ട്. അബ്രുമൊത്ത് താഴ്ത്തുണ്ട്. അപ്പൊ എത്ര മണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വൈകുന്നേരം എത്തിയപ്പോ 7:30. ഇന്നിപ്പോ എത്ര മണിയാവും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങള് പോട്ടെ പോവാന്ന് പറഞ്ഞ ആദം അല്ല അബ്രു, ഞങ്ങള് പോവാണെന്ന് പറയും. എന്നിട്ട് നീ പറയണതാ? എന്നിട്ട് അപ്പുറത്തന്നെ അപ്പാപ്പനോട് പോവാ തലമുടി അതിനിങ്ങനെ പോവാ ഇഷ്ടമല്ല. അത് എന്റെ ഷോൾ എടുത്തിട്ട് എരിമേനെ കെട്ടായിരുന്നു. ആൺകുട്ടി ഇഷ്ടായില്ലേ? നിന്റെ ഇവിടെ കൊണ്ടിരുത്താ രാവിലെ. ഈ ചേച്ചിക്ക് ഒരു കൂട്ടാവട്ടെ. അതോ അവന് നോക്കിയപ്പോ വണ്ടി കാണാൻ പറ്റുന്നുണ്ട്, കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താ നോക്കണത് നീ അവിടെ നിക്ക്. നീ എങ്ങടെ ഓടണേ? ചേട്ടൻ ഡ്രസ് അലക്കണ്ടേ? നിന്നേടാ അവിടെ. പൈസ എടുത്ത് കൊടുക്കാൻ മാമിക്ക്. ഏത് മരുന്ന് വാങ്ങിക്കണ്ടേ? അതിന് മരുന്ന് വാങ്ങിക്കാൻ പോണു ഞങ്ങള്. സോപ്പും മരുന്നല്ലേ ഉണ്ടോ നോക്കാം അവിടെ.
ഇനി ആദത്തിന് എന്നിട്ട് വേണ്ട അത് നീ ഡ്രസ് വേണ വേണ്ടേ മതിയാ ഹാപ്പി ആയാ ഹാപ്പി ആയാ ഹാപ്പി ആയി ഞാൻ മാമോട് ഡ്രസ്സ് വാങ്ങാൻ പറയാം അമ്മാമയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മാമയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കൂടി ഉണ്ടാവോ ഇത് കാരണം അമ്മാമ്മയുടെ കട അതാ അമ്മാമയ്ക്ക് ചുരിദാർ എടുത്ത് കൊടുക്ക് അത് സാരിയാണത് അവരും എടുത്ത് കൊടുക്കണ്ട ആദംകുട്ടാ ചുരിദാർ അതിനേതിപ്പോ ഇപ്പൊ വേണ്ട ഷൂ ആണോ ഇതാ വലിയ ആൾക്കാർ ഇരിപ്പാ അതോ അതോ അവിടുത്തെ ചെരുപ്പുകൾ പറക്കണ്ട ബ്രോ മതി അപ്പൊ ജീപ്പ് കൊണ്ടുവരോ സാധനം തട്ടിട്ടാ തട്ടിട്ടു അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് എടുത്തോ ഏതാന്ന് വെച്ചാ അതിഷ്ടമെങ്കിൽ അതെടുക്ക് എനിക്കിഷ്ടം നോക്കണ്ട ആരും മുണ്ട് കൊടുക്കണ അതോ നിങ്ങടെ കേറണ കുഞ്ഞു ആ വെള്ളം കുടിക്കാനാ കുടിച്ചോ അബുരുവിന് ഒത്തിരി അബുരുവിന് നോക്ക് അങ്ങനെയാണോ കൊടുക്കണ വെള്ളം അയ്യോ പൊപ്പന്റെ ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് തരാം ഇന്ന ഇഷ്ടായോ നോക്കിയ പാപ്പനോട് അത് തുറന്നിട്ടില്ലേ തുറക്കണതിന് മുന്നേ പാപ്പ ഇഷ്ടായി എന്ന് പറഞ്ഞല്ലേ അതോ ഈശോ ഇഷ്ടായി ഷൂവാ ഗ്രീനായാ ഇട്ടിട്ടായോ പാപ്പ എന്നിട്ടാണ് നമ്പർ ഉണ്ടാ ഇതെങ്ങനെ നടക്കണ ബ്രോ ചേട്ടനെ കൊണ്ട് അപ്പാവനെ കൊണ്ട് ഷർട്ട് ഇടിച്ചു പിന്നെ ഇടിപ്പിച്ചവൻ മുണ്ട് തുറക്കണ്ട തുറന്നു കൊടുക്കണ്ട അതോടെ ഇരുന്നോട്ടെ അപ്പാപ്പ അത് എടുത്ത് വെച്ചോട്ടെ പിന്നെ എടുത്തോളോ അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്ക് ഇനിയിപ്പൊ മുണ്ടുടിപ്പിക്കാൻ നിക്കവൻ ഷർട്ട് ഇടിച്ചോ അല്ല ഷർട്ട് പോട്ടെ ബനിയെ ഇടിച്ചു ഇനി മുണ്ടുടിപ്പിക്കാൻ നിക്കല്ലേ ഇട്ടു അതേത് കളർ ഷർട്ട് വാങ്ങിയേ ഏത് ഇതാ ബാക്ക് ചെറ്റ് അയ്യോ അതത്തിന് പാകാവില്ല അതിനേക്കാൾ വലിയ ഷർട്ട് പാപ്പന്റെ ഷർട്ട് ഇട്ടിക്കണ് ചേട്ടൻ 110 മതി കണ്ണാടിയിൽ നോക്കിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്റെ മക്കളെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് ഇവരെ കൊണ്ട് പോയി കഴിഞ്ഞ് പ്രാന്ത് പിടിക്കും എന്നുള്ളതാ. ഇവരടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് നിൽക്കൂല, മനുഷ്യനെ നിർത്തൂല, കൈ വേനെടുക്ക. അവിടെ കാണുന്ന കവറുകളൊക്കെ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറെ വലിച്ചിട്ടു, ചെരുപ്പ് കടയിൽ കയറി അവിടെ കുറെ വലിച്ചിട്ടു. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അപ്പച്ചന് ഒരു ബനിയനും മുണ്ടും അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഒരു ചുരിദാർ സെറ്റും വാങ്ങിയിട്ട്. കാരണം അമ്മച്ചിൻ്റെയും ബർത്ത്ഡേ വന്നിട്ടുണ്ട്, അപ്പച്ചൻ്റെയും ബർത്ത്ഡേ വന്നിട്ടുണ്ട്, പിന്നെ ഓണമാണ് വന്നത്. അപ്പം എന്തായാലും രണ്ടിനും കൂടി അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങി. അപ്പച്ചന് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മച്ചിക്ക് വാങ്ങി, അപ്പം അപ്പച്ചനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊരു സങ്കടം വേണ്ടല്ലോ. അങ്ങനെ 2 പേർക്കും വാങ്ങി.
പിള്ളേർക്ക് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതിനു മുൻപ് വിസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും ഒരുപാട് സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിനപ്പുറം സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് കുറേ ദിവസം പിടിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കുറേ ഡിലേയോ എല്ലാ കാര്യങ്ങളും കുറേ ഡിലേയോ സമയമെടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്ന് അടുത്തൊരു സംഭവം കിട്ടിയിരിക്കുന്നു ഗൈസ്, കിട്ടിയിരിക്കുന്നു. ഇതെന്തായിരിക്കും ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും? മറ്റേത് എല്ലാവരും കുറെ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിസ എന്നൊക്കെ പറഞ്ഞിട്ട്, വിസയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിസയൊന്നും കാണിക്കരുതിട്ടാ. എനിക്ക് ആ കമന്റ് കണ്ടപ്പോൾ സത്യത്തിൽ പേടിയുടെ ദൈവം വിസ കാണിക്കാൻ പാടില്ലെങ്കിൽ അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും കാണിച്ചു, ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് അറിയില്ല എങ്ങനെ വിസയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കാണിച്ചത് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടുത്തത് കാണിക്കാൻ പോണതേ ഇതിൽ നമ്മുടെ പേരൊക്കെ ഉണ്ടിട്ടതേ. ദേ കണ്ടാ, കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ട് കൂട്ടരും ഒരുമിച്ചാണ് കാണാറ്. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഞാനിത് ഇത്ര നേരം ക്ഷമയോടുകൂടി, എനിക്കെനിക്ക് ക്ഷമ തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്ത് സംഭവം കിട്ടിക്കഴിഞ്ഞാലും അപ്പം തന്നെ പൊട്ടിക്കണം എന്ന് എൻ്റെ ഒരു നിർബന്ധമാണ്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് നമ്മൾ ഒരുമിച്ച് കാണണം തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിക്കാണ്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തു. ആദംകൂട്ടൻ ഇത് കിട്ടിയപ്പോ തന്നെ തുടങ്ങി പറയുന്നത്, അമ്മ പൊട്ടിക്കമ്മ കാണിച്ചു തായോ കാണിച്ചു തായോ. ഞാൻ പറയില്ല, ഞാൻ കാണിച്ചു തരില്ല, ഇപ്പൊ പൊട്ടിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അപ്പം ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കീറി പറിച്ച് പൊളിച്ചെടുക്കും, പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായില്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്ക് കൂടി കാണിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചല്ലേ കാണുന്നതല്ലടാ ആദംകൂട്ടം നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവര് മനസ്സിലായിട്ടാ. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതങ്ങനെ എടുത്ത് വെച്ചു. അപ്പൊ ഇവൻ ഉറങ്ങിയ ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഇത് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് എന്താന്ന് കാണാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കുറച്ച് എന്താ പറയാ, ക്ഷമ വേണമല്ലോ. ഇത് ക്ഷമ വേണമെന്ന് പറയാൻ വേണ്ടി എനിക്കിതുണ്ടായാലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുറച്ച് ക്ഷമിച്ചിരിക്കും, നമുക്ക് പൊട്ടിക്കാം. ഫോൺ ഞാൻ എവിടെ ഇങ്ങനെ വെക്കട്ടെ കേട്ടാ. അപ്പൊ നമുക്കിത് പൊട്ടിക്കാട്ടാ. എന്തായാലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫോൺ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് എന്താന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് എനിക്കെനിക്ക് പൊട്ടിക്കാൻ വളരെ കഴിവ് കുറവുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ അല്ലായിരുന്നല്ലേ പൊട്ടിക്കട്ടെ, സത്യത്തിൽ ഇപ്പുറത്തായിരുന്നില്ലേ പൊട്ടിക്കണ്ടേ. ഞാൻ എന്തിനു മന്ദബുദ്ധിയല്ലേ, ഇവിടെ പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും ഇവിടുന്ന് പൊട്ടിച്ചു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പുറത്തെ സൈഡായിരുന്നു പൊട്ടിക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് പൊട്ടിച്ച് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുക ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിക്കാം. ഞാൻ എന്ത് പൊട്ടിച്ചു കഴിഞ്ഞാലും ഇതൊരു സ്ഥിതി. അതുകൊണ്ട് ഞാൻ ഇതൊന്നും പൊട്ടിക്കാറില്ല. ഇതൊക്കെ ഞാൻ ഏൽപ്പിക്കാറ് ചേട്ടായി പൊട്ടിക്കേട്ടെ. ഞാൻ ഇത് പൊട്ടി ചെയ്താ ശരിയാവില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് പൊട്ടിപ്പിക്കാറ്. പിന്നെ ഞാനിത് പൊട്ടിക്കാണ് ഗായ്സ്. കിട്ടി മക്കളെ, കിട്ടി. അടുത്ത സംഭവം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ടേക്ക് കെയർ, അല്ലെങ്കിൽ സംഭവം പണി പാളും. ഇതെന്താന്നറിയോ? ഇതാണ് മക്കളെ, കിട്ടി. അടുത്തത് നമുക്ക് കിട്ടിയിട്ടാ. നമ്മൾ അറ്റസ്റ്റേഷന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റസ്റ്റേഷന് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്ത് കിട്ടുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടി മക്കളെ. നമ്മൾ വിചാരിക്കണ പോലെയല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ദൈവം പെട്ടെന്ന് കൊണ്ടുതരും. ദൈവം എന്തായാലും എന്നെ കൈത്താങ്ങായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. മോൾ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, കട്ട സപ്പോർട്ടിന് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നിന്ന് നമ്മുടെ കൂടെ നിൽക്കണോണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാരും ഉണ്ടോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. കാരണം നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, പിള്ളേരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തിട്ടാണ് കൊടുത്തേ, അത്ര സംഭവങ്ങളാണ് കൊടുത്തേക്കണേ. ബർത്ത് സർട്ടിഫിക്കറ്റ് മറന്നുപോയി അതിന്റെ കാര്യം. അപ്പൊ ഇതില് അറബിക് ട്രാൻസ്ലേഷനും ഉണ്ട്, അതുപോലെ തന്നെ അറ്റസ്റ്റേഷനും. അത് രണ്ടുണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടാ. അല്ലെങ്കിലേ ആകെപ്പാട് പണി പറഞ്ഞത്. നമ്മുടെ അബ്രാം ലൂക്കയുടെ ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ്, അതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ, പിന്നെ എന്താണ് അറ്റസ്റ്റേഷൻ ഉണ്ട് കേട്ടാ. ഫസ്റ്റ് ടിക്ക് മാർക്ക് അബ്രാം ലൂക്ക സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന് നമ്മുടെ ആദം ജോണിന്റെ വാക്സിനേഷൻ അറ്റസ്റ്റഡ് ആണ്, അറബിക് ട്രാൻസ്ലേഷൻ ഉണ്ട്, അതും സക്സസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആദം ജോണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണ്.
അതും പേടിക്കേണ്ട ആവശ്യമില്ല. അറബിക് ട്രാൻസ്ലേഷനും ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അതുണ്ടോന്ന് നമ്മൾ നോക്കണം. നമ്മളിത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് ഇരിക്കണം. അപ്പൊ ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇതെന്താണെന്നറിയോ? അയ്യോ പറഞ്ഞു. ഇതാണ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതേ കണ്ടോ ഞങ്ങളുടെ ഫോട്ടോ. അപ്പൊ അതും അറ്റസ്റ്റഡ് ആയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പൊ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് 2-3 സ്റ്റെപ്പുകൾ കടക്കാനുണ്ട്. ഇപ്പൊ 2 സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞു, ഇനിയും സ്റ്റെപ്പുകൾ കടക്കാനുണ്ട്. അപ്പൊ എല്ലാവരും ആ സ്റ്റെപ്പുകൾ നമ്മളെ കൊണ്ട് പെട്ടെന്ന് കടക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കണേ. കാരണം അതൊക്കെ കടന്നാൽ മാത്രം നമുക്ക് ആളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളേ. പിള്ളേർക്കാണെങ്കിലും അപ്പനെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അമ്മയായി എനിക്കും ആഗ്രഹമില്ലാതില്ല. തല്ലുകൂട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ഒരുമിച്ചുള്ളതല്ലേ ഒരു രസം. ഒരുമിച്ച് തല്ലുകൂടുക, ഒരുമിച്ച് നിക്കുക, അതൊക്കെ ഒരു രസമാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതുവരെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് സെറ്റായി എല്ലാവരും പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗുകൾ അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കെട്ടിയവരെ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായില്ലോ. അപ്പൊ ഇനി ഇതൊക്കെ എടുത്ത് തന്നെ വെക്കാം. ഭദ്രമായി എടുത്ത് വെക്കുന്നതാണ് ബുദ്ധി. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് കൈകാര്യം ചെയ്യും. ഇവർക്ക് കൈകാര്യം ചെയ്ത് കുറച്ച് കൂടുതലാണ്. പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇഷ്ടം എന്നറിയോ? തിന്നാൻ വേണ്ടിയിട്ട് പറക്കി തിന്നും, എന്നിട്ട് പറയാ കീറി തിന്നും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഭദ്രമായി തന്നെ എടുത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സന്തോഷ വാർത്ത. അടുത്ത സന്തോഷ വാർത്തയിൽ എല്ലാവരും സന്തോഷവാന്മാരുമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.